ക്ലയൻറ്റിന് സജസ്റ്റ് ചെയ്യും. അല്ലാതെ ഒരിക്കലും സ്മൂത്തനിങ്ങോ കെരാറ്റിനോ ചെയ്തിട്ട് ഡാൻഡ്രഫ് വരില്ല, ഹെയർ ലോസും വരില്ല. ആദ്യം മനസ്സിലാക്കേണ്ടത് സ്കാൽപ്പ് എന്താണെന്നും കൂടെ നോക്കിയിട്ട് വേണം നമ്മൾ ഷാമ്പൂസ് കൊടുക്കാൻ. എല്ലാവർക്കും നമ്മൾ എന്ത് കൊടുക്കരുത്, ബിരിയാണി മാത്രം കൊടുക്കരുത്, ഇടയ്ക്ക് എന്ത് കൊടുക്കണം, ഗീ റൈസും കൂടെ കൊടുക്കുക. മനസ്സിലായോ? അപ്പോൾ നോക്കിയിട്ട് കൊടുക്കുക. ആർക്കാണ് എന്താണ് ഇഷ്ടം, ബിരിയാണി ഇഷ്ടമുള്ളവരുണ്ടാവും, സാധാ ചോറ് ഇഷ്ടമുള്ളവരുണ്ടാവും അല്ലേ? അതിൽ വിശക്കുന്നു അല്ലേ കേട്ടപ്പോൾ? ഓക്കെ, നൈസ്. വേറെ എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ? കളർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, വെരി ഗുഡ് ക്വസ്റ്റ്യൻ. കളറിങ് ചെയ്യുന്നത്, അതായത് വേറൊരു പോയിന്റ്സ്, ഗ്രേ ഹെയറിൽ കെരാറ്റിൻ വർക്ക് ആവില്ല. കാരണം എന്താ? ഗ്രേ ഹെയർ ഉള്ളവർക്ക് കെരാറ്റിൻ വർക്ക് ആവില്ല, ഡയറക്റ്റ് വർക്ക് ആവില്ല. കാരണം എന്താ? പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. എന്തുകൊണ്ടാണ് ഗ്രേ ഹെയർ വരാനുള്ള കാരണം? പിഗ്മെന്റ് ഇല്ലാത്തതുകൊണ്ട്. സിമ്പിളി പിഗ്മെന്റ് ഇല്ലാത്തതുകൊണ്ട്, പിഗ്മെന്റ് ഹെയറിൽ ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ഹെയറിൽ പിഗ്മെന്റ് എന്ന് പറയും, സ്കിന്നിലാണെങ്കിൽ മെലാനിൻ എന്ന് പറയും അല്ലേ? ഹെയറിൽ പിഗ്മെന്റ് ഇല്ലാത്തത് കൊണ്ടാണ് ഹെയർ ഗ്രേ ഹെയർ വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? സോ ഇനി ഗ്രേ ഉള്ളവർക്ക് ചെയ്താൽ എന്താ? ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അല്ലേ? ആൻസർ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻസിനൊരു ആൻസർ ഉണ്ടാകും. ഗ്രേ ഹെയറിൽ കെരാറ്റിൻ ചെയ്താൽ എന്താണ് സംഭവിക്കുക? ഗ്രേ ഹെയറിനകത്ത് നമ്മൾ കെരാറ്റിൻ ഡയറക്റ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു യെല്ലോ പിഗ്മെന്റ്, യെല്ലോ കളറിലോട്ട് പോകും, എണ്ണ ചെയ്ത പോലെ വരും ഗ്രേ ഹെയറിൽ. അപ്പോൾ അവിടെ എന്താ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് യെല്ലോ പിഗ്മെന്റ് വരാനുള്ള കാരണം? യെല്ലോ പിഗ്മെന്റ് വരാനുള്ള കാരണം വി ആർ യൂസിങ് ആസിഡിക് ബേസ് പ്രോഡക്ട്സ്, ആൽഫ ഹൈഡ്രോക്സി ആസിഡ്. അതുകൊണ്ട് ഗ്രേ ഹെയറിനകത്ത് നമ്മൾ കെരാറ്റിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ യെല്ലോ പിഗ്മെന്റിലോട്ട് പോകും. അപ്പോൾ ഗ്രേ ഹെയറുകാർ എന്ത് ചെയ്യണം? ആദ്യം പിഗ്മെന്റ് ആഡ് ചെയ്യുക. എന്ത് ചെയ്യുക? പിഗ്മെന്റ് ആഡ് ചെയ്യുക. ദാറ്റ് മീൻസ് യു ക്യാൻ ഗോ കളർ ചെയ്തിട്ട് അതിന് മുകളിൽ കെരാറ്റിൻ ചെയ്യും. മനസ്സിലായോ? സിമ്പിളി. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. യാ, സിമ്പിളി എന്ത് ചെയ്യണം? കെമിക്കൽ കളർ ആഡ് ചെയ്യുക. കെമിക്കൽ എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻഡ് പെർമനൻറ്റ്. എന്താണ് പെർമനൻറ്റ്? എന്താ സംഭവിച്ചത്? കെമിക്കലി പ്രോസസ്സിങ് നടന്നു, ഹെയറിൽ ഡാമേജ് വരും. ഡാമേജ് മാറ്റിയതിന് ശേഷം, ഡാമേജ് വന്നാൽ കെരാറ്റിൻ ചെയ്ത് കൊടുക്കും. അപ്പം നമ്മൾ എന്തായിരുന്നു? നല്ല ഹെയർ ആയിരുന്നു, മീൻസ് ഹെൽത്തി ഹെയർ ആയിരുന്നു. അതിന് നമ്മൾ കളറിങ് ചെയ്തു, കെമിക്കൽ ചെയ്തു, ഇറ്റ്സ് ഗെറ്റിംഗ് ഡാമേജ്. ദെൻ ആഫ്റ്റർ ദാറ്റ് വി ആർ യൂസിങ് കെരാറ്റിൻ. അപ്പോൾ എന്തായാലും ടിഷ്യൂ പേപ്പർ പോലെ പെട്ടെന്ന് അബ്സോർബ് ആവും, റിസൾട്ടും കിട്ടും. ദെൻ സെയിം ക്ലയൻറ്റ് 1 മന്ത് കഴിഞ്ഞ് അവർക്ക് റൂട്ട് ടച്ചപ്പ് വേണം, ഗ്രേ ഹെയർ വന്നു. അപ്പോൾ ചെയ്യേണ്ടത് അമോണിയ ഫ്രീ. എന്താ ചെയ്യേണ്ടത്? അമോണിയ ഫ്രീ കളേഴ്സ് ചെയ്യണം. കാരണം അമോണിയ ഫ്രീ കെമിക്കലല്ല. കെമിക്കലാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഹെയർ ഈസ് ഗോയിങ് ടു ഡ്രൈ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? അമോണിയ ഫ്രീ ആയി. മനസ്സിലായോ? ഇനി ഹൈലൈറ്റ് ചെയ്യേണ്ടവർക്ക്, ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ആദ്യം ചെയ്യുക, കെരാറ്റിൻ ചെയ്യുന്നതിന് മുമ്പ് ചെയ്യും. ചെയ്തതിന് ശേഷം കെമിക്കൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നല്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ ആദ്യത്തേതിനേക്കാളും ഡബിളായിട്ട് ഡ്രൈ ആയി പോകും. മനസ്സിലായോ? അപ്പോൾ ആദ്യം നിങ്ങൾ ഹൈലൈറ്റ് ചെയ്യുക, അതിനുശേഷം കെരാറ്റിൻ ചെയ്യുക. കെരാറ്റിൻ ചെയ്തിട്ട് ഷാമ്പു കണ്ടീഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഇനിയിപ്പോൾ ഒരു മോഡൽ അവർ കെരാറ്റിൻ ചെയ്തു, ഇനി അവർക്ക് ഹൈലൈറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാം. ബട്ട് 4 മാസം കഴിഞ്ഞ് ചെയ്യാൻ പാടുള്ളൂ. എത്ര മാസം? 4 മാസം. കെരാറ്റിൻ ചെയ്ത് ഹെയറിൽ ഹൈലൈറ്റ് ചെയ്യാൻ കുഴപ്പമില്ല, 4 മാസം കഴിഞ്ഞിട്ട്. എന്തോ ഡ്രൈനസ് ഉണ്ടാകും, പക്ഷേ അങ്ങനെയല്ല, 4 മാസം കഴിയുമ്പോൾ ചെയ്യാൻ പറ്റും എന്നാണ്. പെട്ടെന്ന് ചെയ്യരുതെന്നാണ്. പെട്ടെന്ന് ചെയ്യുമ്പോൾ ഡബിളായിട്ട്, അതായത് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ആസിഡും കെമിക്കലും പെട്ടെന്ന് ചേരില്ല. സോ അത് കുറച്ച് ഫെയ്ഡ് ഔട്ട് ആയി കഴിഞ്ഞാൽ യു ക്യാൻ യൂസ് കളർ, ഗോ കളർ, നോ പ്രോബ്ലം. ഓക്കെ, വേറെ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ലേ, ചോദ്യങ്ങളുണ്ടെങ്കിൽ ആൻസർ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ചോദ്യങ്ങൾ വേണം എങ്കിലേ എനിക്ക് ആൻസർ ഉള്ളൂ. ഞാൻ വെറുതെ പറയില്ല, കാരണം പറയണമെന്നുള്ള ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് സംശയങ്ങൾ ഹൈലൈറ്റ് കഴിഞ്ഞിട്ട് കെരാറ്റിൻ ചെയ്യും. ഇല്ല, ഫെയ്ഡ് ഔട്ട് ആകും. കളർ ചേഞ്ചസ് വരും, ഫെയ്ഡ് ഔട്ട് ആവും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കളർ വർക്ക് ചെയ്യുന്ന ഹൈലൈറ്റിലാണ്. ഹൈലൈറ്റ് എന്ന് പറയുന്നത് പിഗ്മെന്റ്. ആ പിഗ്മെന്റ് നമ്മൾ കൊടുക്കുന്നത് അസിഡിക് ബേസ് പ്രൊഡക്ട്സ് ആണ്. അസിഡിക് ബേസ് എന്ന് പറയുന്നത്, കളറിങ് എന്ന് പറയുന്നത് കെമിക്കലാണ്. സോ കെമിക്കലിനകത്തോട്ട് നമ്മൾ അസിഡിക് ചെയ്യുന്ന സമയത്ത് ഫെയ്ഡ് ഔട്ട് വരും. അപ്പോൾ വരുന്ന സമയത്ത് ചെയ്യുന്നതിന് സൊല്യൂഷനും ഉണ്ട്. അപ്പോൾ ഹൈലൈറ്റ് അല്ല, നമുക്ക് ബേസ് കളേഴ്സിലോട്ട് പോകാം. ക്ലയൻറ്റിന് വേണ്ടത് നമ്പർ 3 അല്ലേ? നമ്പർ 3 ഡാർക്ക് ബ്രൗൺ. ഓക്കെ, നമ്മൾ ചെയ്തതിന് ശേഷം കെമിക്കലായിരുന്നു, ചെയ്തതിന് ശേഷം നമ്മൾ കെരാറ്റിൻ ചെയ്തു, വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പം കളറിങ് ചെയ്യുന്ന സമയത്ത് ക്ലയൻറ്റിന് വേണ്ടത് നമ്പർ 3 ആണ്, കെരാറ്റിൻ ചെയ്യണം. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? കെരാറ്റിൻ ഡയറക്റ്റ് നമ്പർ 3 ചെയ്തതിന് ശേഷം കെരാറ്റിൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? ഇറ്റ്സ് ഗോയിങ് ടു നമ്പർ 5, 2 ഷെയ്ഡ് ഡാർക്ക് ബ്രൗൺ. എത്ര ഷെയ്ഡ്? 2 ഷെയ്ഡ് ഡാർക്ക് ബ്രൗൺ. അപ്പോൾ 3 ചെയ്ത് കഴിഞ്ഞാൽ 5ലോട്ട് പോകും. അപ്പം നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്പർ 1 ചെയ്യും.
1 ചെയ്യുമ്പോൾ 3 വരും, 3 ചെയ്യുമ്പോൾ 5 പോകും. ദാറ്റ് മീൻസ് സെയിം 7 വേണമെങ്കിൽ നിങ്ങൾ 9 ചെയ്യും. ഓക്കെ, അങ്ങനെ ഫാഷൻ ഷെയ്ഡാണെങ്കിൽ താഴ്ന്ന് മുകളിലോട്ട് ബേസ് കളേഴ്സാണ് മുകളിൽ താഴോട്ട് നിങ്ങൾ നോക്കിയിട്ട് ചെയ്യണം. ഓക്കെ മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ? അപ്പോൾ എല്ലാവരും പെട്ടെന്ന് പോയിട്ട് ഫുഡ് കഴിച്ച് ചാപ്പാടടിച്ച് വരിക. നമുക്ക് അടുത്ത പ്രാക്ടിക്കലി സ്റ്റാർട്ട് ചെയ്യും. ആയിട്ടില്ല, ഇനി അവരുടെ അടുത്ത് ചോദിച്ചാൽ അറിയാം എന്ത് ഷാമ്പു യൂസ് ചെയ്യണേ. ലോറിയലിൻ്റെ ഷാമ്പു, കണ്ടീഷണറോ ലോറിയൽ. എങ്ങനെയാണ് വാഷ് ചെയ്യുന്നത്? വീക്കിലി ഷാമ്പു കാണിക്കും. ഓയിൽ ചെയ്യാറുണ്ടോ? ഓയിൽ എന്താ ചെയ്യണം? വാഷ് ചെയ്യുന്ന ഓയിൽ ചെയ്യും. ഷാമ്പു വാഷ് ചെയ്യും. വാഷ് എന്ന് പറയുന്നത് ഷാമ്പു കണ്ടീഷണർ നമ്മൾ വാഷ് എന്ന് പറയാം. മനസ്സിലായോ? പ്ലെയിൻ വാഷ് നമ്മൾ വാഷായിട്ട് കണക്കൂട്ടില്ല. നമ്മൾ ആരും അവർ വാഷ് ചെയ്ത് കണക്കൂട്ടിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യില്ല, കണക്കൂട്ടുന്ന എന്താ ഷാമ്പു കണ്ടീഷണർ നമ്മൾ കണക്കൂട്ടില്ല. നമ്മൾ മീൻസ് ആസ് എ സ്റ്റൈലിസ്റ്റ് അല്ലേ? ഓക്കെ, അപ്പോൾ വീക്കിലി 2 തവണ ഷാമ്പു കണ്ടീഷണർ യൂസ് ചെയ്യും. ഓക്കെ, വേറെ ഒന്നും ചെയ്യാറില്ല. മുടിയിൽ എന്താ ഉള്ളത്? ഡ്രൈനെസ് ഉണ്ട്, ഫ്രീസിനെസ് ഉണ്ട്, സ്പ്ലിറ്റൻസ് ഉണ്ട്. എയർ കട്ട് നന്നായി 3 months. ഓക്കെ, ഇത്രയും പ്രശ്നമുണ്ട്. അപ്പോൾ മുടി എന്തായിരിക്കും കെരാറ്റിൻ ചെയ്താലുള്ള റിസൾട്ട്? നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന റിസൾട്ട് എന്താണ്? ഷൈൻ ഉണ്ടാകും, ഡ്രൈനെസ് മാറും, പിന്നെ സ്പ്ലിറ്റൻസ് പോയില്ല. സ്പ്ലിറ്റൻസ് പോകണമെന്നുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ കട്ട് ചെയ്യണം, അത്രയും കട്ട് ചെയ്യേണ്ടി വരും, ലേയേഴ്സ് എടുത്ത് കട്ട് ചെയ്യേണ്ടി വരും, അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യേണ്ടി വരും. സോ നമ്മൾ അല്ലാന്നുണ്ടെങ്കിൽ ലോങ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലോങ് ഏത് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. കട്ടിങ് പ്രോപ്പർ ആയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളിയായിട്ട് റിസൾട്ട് ചെയ്യും. ടെക്നിക്സിലൊന്നുമില്ല, 2 കൈ ഒരുപോലെ വർക്കാവും. സംഭവം അറിയാം. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇടത്തെ കൈയ്യാനാണ് അല്ലേ? ഞാൻ ലെഫ്റ്റ് ഹാൻഡാണ് യൂസ് ചെയ്യുന്നവരാണ്. ലെഫ്റ്റ് ഹാൻഡ് മെയിനായിട്ട് പല തരത്തിൽ നമ്മൾ ഈ സംഭവം പഠിക്കണം. ഓക്കെ, ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്നത് ലെഫ്റ്റ് ഹാൻഡാണ്. അപ്പോൾ കാരണം വെച്ചാൽ പ്രൊഫഷണലി കുറേ കാര്യങ്ങളുണ്ട്. നമ്മളിപ്പോൾ വലത്തെ കൈ എപ്പോഴും യൂസ് ചെയ്യാം. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് മിഡിലോട്ടാണ് ചെയ്യുന്നത്. ഇതൊക്കെ തന്നെയാണ് നമ്മളും പ്രൊഫഷണൽസും തമ്മിലുള്ള വ്യത്യാസം. ടോണിങ്കയും പിങ്കും എന്തെങ്കിലും സിൻഡർലയോ എന്തെങ്കിലും തമ്മിലുള്ള വ്യത്യാസം തന്നെയാണ്. പ്രൊഫഷണൽസോ നമ്മൾ ചെയ്യുന്നതെല്ലാം ഒന്നാണ്. നമുക്ക് കുറേ കാര്യങ്ങൾ പിന്നെ നമ്മളിവിടെ വരും അല്ലേ? ഇങ്ങനെയൊക്കെ വെക്കാൻ പാടില്ല. ഇങ്ങനെ വെച്ചില്ല, കഷ്ടപ്പെട്ടിട്ടൊക്കെ ആവശ്യമില്ല. ഇവിടെ ഒരു സ്റ്റാൻഡ് കിട്ടും, ബ്ലോഡർ ചെയ്യേണ്ട ഒരു സ്റ്റാൻഡ് കിട്ടും. ബ്ലോഡറിന് മാത്രമേ അതിൽ വെച്ചൂടെ, വെറുതെ വേണ്ട. ഹെൽത്ത് ഡെവലപ്മെന്റ് ഇൻ അമേരിക്ക, ഇവരുടെ രണ്ടിൻ്റെയും സർട്ടിഫിക്കേഷൻ കിട്ടിയിട്ടുള്ള പ്രൊഡക്ട്സ് ആണ് ഡി ഫാബ്ലസ് എന്ന് പറയുന്ന ബ്രാൻഡ്. എവിടെ പോയാലും നിങ്ങൾക്ക് സിസ്റ്റിൻ കോംപ്ലക്സ് ചെയ്യും. ഇന്ത്യയിൽ നിന്നല്ല വേൾഡ് എവിടെ പോയാലും സിസ്റ്റിൻ കോംപ്ലക്സോ ഡി ഫാബ്ലസിൻ്റെ പ്രൊഡക്ട്സുകളോ അവൈലബിൾ ആണ്. ബിക്കോസ് അമേരിക്കൻ പ്രൊഡക്ട്സ് ആയതുകൊണ്ട്. സോ ബാൻ ചെയ്ത പ്രൊഡക്ട്സ് ബ്രസീലിയൻ കെരാറ്റിൻസ് മനസ്സിലായി. മുമ്പ് ഉണ്ടായിരുന്ന ഒത്തിരി പ്രൊഡക്ട്സുകൾ ഇപ്പോൾ ബാൻഡ് ആണ്. സോ അതിനൊക്കെ ഈ ഫോർമലിൻ ഇഷ്യൂസും സെക്യൂരിറ്റി സർട്ടിഫൈഡ് പ്രശ്നങ്ങളും ഉണ്ടായത് കൊണ്ട് മാർക്കറ്റിൽ അവൈലബിൾ അല്ല. മനസ്സിലായി. അതുകൊണ്ട് പണ്ട് കാലങ്ങളിൽ വന്നിട്ടുള്ള ആ ഒരു ടോക്കാണ് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പഴയതിൽ തന്നെയാണ്. അപ്പോൾ പണ്ട് എന്നും എണ്ണ തേച്ച് കുടിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോഴത്തെ ആളുകൾ പറയും എണ്ണ തേക്കാൻ പാടില്ല. മനസ്സിലായി. പഴയ പുരാണം മിത്തെന്ന് പറഞ്ഞു. പുരാണങ്ങൾ നമ്മളെപ്പോഴും വിശ്വസിച്ചുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞു. ഓക്കെ, ഡ്രൈ ഹെയർ ഇതിൽ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഡയറക്റ്റ് അപ്ലിക്കേഷനാണ്. പ്രൊഡക്ട്സ് ഡയറക്റ്റ് അപ്ലിക്കേഷൻ മനസ്സിലായി. സോ കെമിക്കൽ ട്രീറ്റഡ് ഹെയർ ആണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മാറും. കെമിക്കൽ ആയിരിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഫുൾ മുടി കെമിക്കൽ ചെയ്ത മുടി ആയിരിക്കാം. സ്മൂത്തിങ്ങോ സ്ട്രൈറ്റനിങ്ങോ കളറിങ് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാകും. സോ ആ പോർഷന് മാത്രം ഓയിൽ അപ്ലൈ ചെയ്യും. ഫോർ സിസ്റ്റൈൻ ചെയ്യുമ്പോൾ മാത്രം. നിങ്ങൾ യൂസ് ചെയ്യുന്നത് കെരാഫിഷനാണ്. അതിനകത്ത് ഓൾറെഡി ഇൻക്ലൂഡ് ആണ് അക്കായോട് കണ്ടിട്ടുണ്ട്.